വാഗ്ദത്തങ്ങളും അവർ പിടിച്ചെടുക്കും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്നറിയാമോ? എഴുതപ്പെട്ട സകല വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ അവർ പിടിച്ചെടുക്കും. ബാക്കി വരാം. യോസേഫിന്റെ ഗ്രഹം ജ്വാലയായി മാറും. ഹല്ലേലൂയ. കത്തിച്ചൊലിക്കുന്ന ഒന്നായി ചില കൂട്ടം മാറ്റപ്പെടും. ബാക്കി വരാം. ഏഷ്യാഗ്രഹത്തിന്റെ പ്രത്യേകത അത് താവടിയായി പോകും. ആ അധ്യായത്തിന്റെ ഒഴുക്ക് ഭാഗങ്ങൾ എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ വായിക്കാം. ഏഷ്യാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി സീയോൻ പർവ്വതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ നീതി, ഈ ലോകത്തിന്റെ പദവിയിൽ, ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ ആശ്രയിച്ചുകൊണ്ട് തങ്ങൾ ദൈവമക്കളെന്ന് സ്വയം കൽപ്പിച്ച് സ്വയം അപ്പോസ്തലരെന്ന് വിധികൽപ്പിക്കുന്ന ചില ഗ്രഹങ്ങളെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി ഇതാ രക്ഷിതമായ ഒരു ഗ്രഹം, ഒരു ചെറിയ കൂട്ടം, ഒരു ചിലരെ ന്യായം വിധിക്കുന്നവരെ ചിലരെ മടക്കുന്ന വലിയവരുണ്ട്. എങ്ങോട്ടാണെന്നറിയാമോ? വിശുദ്ധിയുടെ പർവ്വതത്തിന്റെ മുകളിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം മുഴുവത്തേക്ക്, ദൈവമഹത്വം വസിക്കുന്നിടത്തേക്ക് ചിലർ ശക്തിയോടെ കേളുക. അവരെന്താണെന്നറിയാമോ? ഇതുവരെ ഈ ലോകത്തിന്റെ ചക്രത്തെ തിരിച്ച സ്വന്തം സഹോദരനെ എതിർത്തിയ, സ്വന്തം സഹോദരനെ ഇല്ലാതെ പദ്ധതി കൽപ്പിച്ച, സ്വന്തം വർഷങ്ങളും പീഡനങ്ങളും വളർത്തിയ ചില സംവിധാനങ്ങളെ അടിച്ച് തകർത്ത് ഉടച്ച് മാറ്റുന്നതിന് വേണ്ടി മഴതിരിക്കുന്ന ഏഷ്യാഗ്രഹത്തിന്റെ ഒരു ബാലൻസും ഒരു സൈവം ഈ പ്രപഞ്ചത്തിലെ കാത്താവ് വെക്കുന്നില്ല. എന്റെ വായിൽ ഞാൻ ഊഴ്ന്നുകളെ, ഞാൻ ശബ്ദിച്ചുകളെ. സഭയ്ക്ക് സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നറിയാമോ? ആ സഭയുടെ പ്രത്യേക അറ്റ്മോസ്ഫിയറായിരിക്കാം. ആ സഭയുടെ പ്രത്യേക രസം നടത്തുന്ന വാക്കുകൾ കൊണ്ട് അനേകം പേരെ തങ്ങളുടേതായ പദ്ധതികൾ അവർക്ക് കീഴ്പ്പെടുത്തിയവരാകാം. അനേകം പേരുടെ പോക്കത്തെ കൊടയടിച്ചവരാകാം. വലുതിരിക്കുന്നു ഞാൻ ആ സഭയെ എന്റെ വായിൽ നിന്ന് ശബ്ദിച്ചു കാണും. ഒരിക്കൽ കൂടെ എന്നാൽ സഹോദര സ്നേഹം കാത്തു സൂക്ഷിച്ച സഭയെ, കൂട്ടമേ, കൂട്ടായ്മകളെ, വ്യക്തികളെ, നിങ്ങളെ ഞാൻ രക്ഷകരമായ പർവ്വതത്തിന് മുകളിലേക്ക് ഞാൻ കയറ്റും. ഞാൻ നിയമത്തിന് സ്പന്ദിക്കണം. ഒരു വ്യവസ്ഥ ചെയ്യും. ദൈവത്തിന്റെ പാതകളെ അയക്കുന്നതിന് വേണ്ടി, ഈ ഭൂമിയിൽ വസ്തുതകളെ അനുവദിക്കുന്നതിന് വേണ്ടി ഇതാ ഒരു കഴുകൻ ദൈവത്തിന്റെ ദൂതമായി ഇറങ്ങി വരുന്നു. ഒരിക്കൽ കൂടെ അയ്യോ, കഴുകനാണെങ്കിൽ ഞങ്ങൾക്കല്ല, ലഘൂദിക്ക സഭയ്ക്ക് എന്ത് ഭവിച്ചാൽ ഞങ്ങൾക്കല്ല, ഏശാഗ്രഹത്തിന് എന്ത് ഭവിച്ചാൽ ഞങ്ങൾക്കല്ല, യാക്കോബ് ഗ്രഹത്തിനും എല്ലാം ഭവിച്ചാൽ ഞങ്ങൾക്കല്ല, ശിവഗ്രഹത്തിന് മുകളിൽ ആരെയും കേരളത്തിന് നമുക്കല്ല. ചിന്തകളെ മാറ്റിയാക്കണം, കാഴ്ചപ്പാടുകളെ മാറ്റിയാക്കണം. നിനക്കുള്ള വാക്തത്വങ്ങളായി പറഞ്ഞു വരുന്നത്, പറഞ്ഞു വരുന്ന വാക്കിനെ പിടിച്ചെടുക്കാൻ കഴിവുള്ള യാക്കോബ് ഗ്രഹം. ഹല്ലേലൂയ. യാക്കോബിന്റെ പ്രത്യേകത പറയാമോ? വചനത്തെ കടന്നു പിടിപ്പാൻ ബലാത്കാരം ചെയ്യാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. പിടിച്ചെടുക്കാൻ ആസക്തിയുള്ളവൻ. ഹല്ലേലൂയ. എന്തിനോ ആസക്തി ലോകമോഹങ്ങളോടല്ല, പ്രാപഞ്ചിക അവസ്ഥകളോടല്ല, പകരം ദൈവത്തിന്റെ വചനത്തെ പിടിച്ചെടുക്കാൻ കഴിവുള്ള ഗ്രഹം. അങ്ങനെ ഒരു കാലം എടുക്കാൻ പോവാം. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, മീൻപിടുത്തക്കാരനായ നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു. എന്ന് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായി കാലവാസനാകാൻ പോവുക. ഹല്ലേലൂയ. പരസ്പരം കൃപ പകരുന്നവരാകുകയും എന്ത് തിന്മകളും എന്ത് ദോഷങ്ങളും ഉണ്ടെങ്കിലും അത് കഴിക്കളയുവാൻ അവന്റെ രക്തം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്നെ എന്റെ കർത്താവ് നീ ജനിക്കുന്നതിന് മുന്നമേ, നിന്റെ അമ്മയുടെ ഉദരത്തിലാവുന്നതിന് മുന്നമേ നിന്നെപ്പറ്റി ഒരു പദ്ധതി എന്റെ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത്. നിന്റെ തലമുറ ഇല്ലാത്തവരുടെ പറയട്ടെ, ഇത് ഏറ്റെടുത്ത്, ഈ വചനത്തെ ഏറ്റെടുത്തു. എനിക്കുണ്ടാകാൻ പോകുന്ന തലമുറ ജാതികളുടെ തലയെ ഓടയ്ക്കുന്നവരായ
വിശ്വസിക്കേണ്ടതാണ്. അത്ഭുതം നടക്കുമെന്ന്, അത്ഭുതം നടക്കുമെന്ന്. ജോലിയിലെന്നോട്ട് ഭാരപ്പെടുന്നവര് പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുതം നടക്കുമെന്ന്. വാക്കുകളെ പിടിച്ചെടുക്കുന്നവർ നിങ്ങൾ പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കുന്നൊരു കൂട്ടം, ജോലിക്കുന്നൊരു കൂട്ടം. ചില ഗ്രഹത്തെ പറ്റി പറയുന്നു, അതിന്റെ പേര് പോലും ഈ പ്രപഞ്ചത്തിൽ ഞാൻ തൂത്ത് തുടച്ച് മാറ്റിയിരിക്കും. അതിന് പലരും കൊടുത്തും പലരും അത് ചെയ്തും പലരൊക്കെ നിർത്തിയും പലരും കാണിച്ച് അതെല്ലാം ഈ ലോകത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെ തങ്ങളുടെ കൈയാക്കി വെച്ച് തങ്ങൾ സ്വയം ആത്മീയമെന്ന് വിശ്വസിപ്പിച്ച് നിൽക്കുന്ന ചിലരുടെ കർത്ത മറുപടി പറയാ, നിങ്ങളെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി ഇതാ ഞാൻ ഹല്ലേലൂയ വലിയ ഗുണമൊന്നും ഇല്ലെന്ന് ലോകം പറയുന്ന ചിലരെ തെരഞ്ഞെടുത്തിരിക്കും. സേവനക്കാരെ ചോദിച്ചാൽ രാഘവമുണ്ട്. അല്ലെങ്കിൽ സത്യസായിബാബയുടെ ആശ്രമത്തിൽ എന്റെ രാഘവം എവിടെയിരിക്കുന്നത്, ആ സത്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് അകപ്പെട്ടു പോയ ആ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്നെ ഞാൻ വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ കുടുംബത്തിൽ രമേശോടെ വരുന്നത് അല്ലേ രാഘവനുടെ കുഴഞ്ഞതിലുള്ള രാജ്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണ്. റജിമ എന്തോ പറയുന്നു അങ്ങനെ തന്നെ. റജിമന്റെ പപ്പാടെ നെഞ്ചിനകത്ത് ക്യാൻസർ ആയിരുന്നു. എന്റെ കർത്താവ് എടുക്കുമ്പോൾ എന്താണെന്നറിയാവോ, അതിന് പറഞ്ഞ് അതിന് മെഗാ പുസ്തകം സാക്ഷ്യം പറയുന്നത് എന്തിനാണെന്നറിയാവോ, അതിന്റെ കർത്താവിന്റെ നാമത്തിൽ യുദ്ധത്തിന് കർത്തൃനിശ്ചയം കടക്കാൻ പോകും. ദൂതഗണങ്ങൾ കർത്താവിന്റെ നിയമപ്രകാരം കാഹളം എടുത്തു കഴിഞ്ഞു. 7 ദൂതന്മാർ കാഹളമെടുത്തു. 7 കാഹളങ്ങൾ അവരുടെ കയ്യിൽ എന്റെ കർത്താവ് കൊണ്ട് വെച്ചു കൊടുത്തു. ഒരിക്കൽ കൂടെ കർത്താവിനെ ശ്രമിച്ചാൽ ഈ 7 കാഹളങ്ങളെയും നമുക്ക് ഹല്ലേലൂയ അതിന് 4 നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഹല്ലേലൂയ ആരാധനയ്ക്കുള്ള കാഹളം, യുദ്ധത്തിനുള്ള കാഹളം, പരസ്യ പ്രസംഗത്തിനുള്ള കാഹളം, ന്യായ അടിസ്ഥാനത്തിനുള്ള കാഹളം. എന്തോ വചനത്തിലെ കാഹളം എന്തോ അറിയാമോ, ഒരു ആരാധനയുടെ കാഹളം. അത് കേൾക്കുന്ന സ്ഥലത്തൊക്കെ വലിയ അസുഖമുണ്ടാവും. കുറെ പേരെ അടിക്കും. എന്തുകൊണ്ട് അടിക്കുന്നറിയാമോ, ആ ദൂതന്റെ ആ സാമീപ്യം ഇവനെ അലപ്പിക്കുക, ഇവനെ ശുശ്രൂഷിക്കാൻ ഒരു പുതിയ കാലം ഉണ്ടാക്കിയെടുക്കുക. എന്തിനാണെന്നറിയാമോ, മറ്റൊരു ദൂതം പറയുക, ഇവ യുദ്ധത്തിലുള്ള വാൾ എന്റെ പറയാ, ഞാൻ ചിത്രമെന്നാണ് ഇപ്പോഴെങ്കിൽ അറിയുന്നത്. എങ്കിലും എന്റെ പിതാവിന്റെ കൽപ്പനയെ ഞാൻ കീഴ്പ്പെടുന്നതുകൊണ്ട് ഞാനിപ്പോ നിശബ്ദനായിരിക്കും. നിനക്കിപ്പോഴും നിശബ്ദതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ, നീ ചില കൽപ്പനകളെ കീഴ്പ്പെടുന്നതുകൊണ്ട്. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. യാക്കോബിന്റെ ദേഹത്തിനെ പോലെ ഇന്ന് പിടിച്ചെടുക്കാൻ നീ തയ്യാറാകുന്നില്ലെങ്കിൽ, യോസേഫ് ഗ്രഹത്തെ പോലെ ജോലിക്കാൻ നീ തയ്യാറാകുന്നില്ലെങ്കിൽ എന്റെ കർത്താവിന്റെ അവസ്ഥയെ മാറ്റാൻ പോവാ. നീ ഭാരത്തിന്റെ വിഷയമേ, നീ ആവശ്യമുള്ള വിഷയമേ, എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ. വചനം പിടിച്ചെടുക്കുന്ന ഒരു ഗ്രഹമായി ഞാൻ മാറണം, ഒരു ശരീരമായ ആലയമായി ഞാൻ മാറണം. പിടിച്ചെടുത്ത വചനത്തിനനുസരിച്ച് ഞാൻ ജ്വലിക്കുന്നവനായി മാറണം. ജ്വലിച്ച അഭിഷേകത്തെ അടുത്ത് നിൽക്കുന്നവരെ പകരുന്നവനായി ഞാൻ മാറണം. ഹല്ലേലൂയ. ഒരു പ്രോഗ്രാമിൽ വരികയല്ല കേട്ടോ.
ഹല്ലേലൂയ. ഇവിടെ ശക്തമായ വർഷിപ്പിന്റെ മഹത്വം കൊണ്ടല്ല, ഹല്ലേലൂയ, ഇവിടെ നിൽക്കുന്ന പ്രസംഗിക്കുന്ന ശുശ്രൂഷകരുടെ പ്രാഗൽഭ്യമൊന്നുമല്ല നിങ്ങൾ വരുന്നത്. പകരം ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുക, ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുക. ഞാൻ എന്റെ തലമുറകള് ആ യുദ്ധത്തിന് വേണ്ടി ഹല്ലേലൂയ ഏറ്റെടുത്തു. നിന്റെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുകയും നീ ഭാരപ്പെടുന്ന വിഷയത്തെ ഇപ്പോൾ തന്നെ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. യേശുവിനെ ക്രിസ്തുവെന്ന് അംഗീകരിക്കാത്ത വ്യക്തികൾ സകലരും കള്ളന്മാരാണ്. യേശു പ്രവാചകനാണെന്നും യേശു പ്രവാചകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാചകനാണെന്ന് നമുക്ക് നേരിടുന്നത് ചിലർ ഓടി നടക്കുക ലഘുലേഖകളുമായി. അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുത്. എല്ലാ കഴിക്കാനുള്ള കുഴപ്പം നിങ്ങളൊരു കുഴപ്പമില്ല. കയറ്റിയാൽ വരുന്ന നന്മകൾ ബ്ലോക്ക് ആകും. അതിനിരിക്കും അവർ പൈശാചിക സാന്നിധ്യത്താൽ നിർവഹിക്കപ്പെട്ട ഗ്രഹമത്രേ. പുത്രനെ കൂടാതെ ആർക്കും പിതാവിനെ കാണുവാൻ അറിയുവാൻ കഴിയുന്നില്ല. അമിതമായ പുത്രസ്നേഹവും പൈശാചികമായ അവസ്ഥകളുടെ ഉദാഹരണമാണ്. എന്റെ അപ്പൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായവൻ എന്റെ ഉപവിധിയ. അപ്രകാരം നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അവസ്ഥകളുടെ മേൽ ദൈവത്താമോ അഭിഷേകത്തിന്റെ പുതുമഴ എല്ലാവരും പ്രാർത്ഥിക്കും. എന്ന് വലിയൊരു അനുഭവം യേശുവിന്റെ നാമത്തിൽ നടക്കാം. അതിന്റെ ആരുടെ ശരീരത്തിന് മേലെ വലിയൊരു പകർച്ചയാണ്. ചില വിഷയങ്ങളെ ഭാരപ്പെടും. Hallelujah!